പ്രായത്തിൽ തന്നെ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തൊക്കെ പാലിച്ച് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് താടി വളർത്തി അങ്ങനെയൊക്കെ നടക്കുന്ന ഒരുപാട് ആൺകുട്ടികളെ അൽഹംദുലില്ലാ ഒരുപാട് ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്നാൽ അതേസമയം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ സ്ഥിതി എന്താണ്? ഭൂരിപക്ഷവും 95% അല്ലെങ്കിൽ 99% എന്ന് പറയാവുന്ന വണ്ണം പെൺകുട്ടികളുടെ സ്ഥിതി എന്താണ്? ഒരു ദീനം അവർക്കറിയില്ല. മദ്രസ 7-8 ക്ലാസ്, അതും സ്കൂളിൽ ഏതെങ്കിലും ഒരു 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ മദ്രസ നിർത്തി. അങ്ങനെ അവർ ദീന് വിട്ട് പിന്നെ വീട്ടിലാണവർ. പിന്നെ വീട്ടിൽ എന്താണ് അവർ പഠിക്കുന്നത്? ദീനെന്തെങ്കിലും പഠിക്കുന്നു? ഒന്നും പഠിക്കുന്നില്ല. ദുനിയാവ് ഒരുപാട് പഠിക്കുന്നു, പക്ഷെ ദീനൊന്നും പഠിക്കുന്നില്ല. ബാക്കിയുള്ള സമയം സിനിമകളുടെ മുന്നിൽ, സീരിയലുകളുടെ മുന്നിൽ അവരതാ അങ്ങനെ സമയം കഴിച്ചു കൂട്ടുകയാണ്. അവരുടെ വേഷം എന്താണ് സഹോദരങ്ങളെ? നമ്മൾ ചിന്തിക്കണം. ഒരുപാട് പെൺകുട്ടികളുണ്ട് നമ്മുടെ നാടുകളിൽ, അതാ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ. ഇസ്ലാമിന്റെ വേഷം എന്താണെന്ന് അവർക്കറിയില്ല. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മാതൃകകളായ സ്ത്രീകൾ നമ്മുടെ നാട്ടിലില്ല. കാരണം സ്ത്രീകൾക്ക് പൊതുവെ സഹോദരങ്ങളെ ദീൻ കുറവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതാ ഇൽമും അങ്ങേയറ്റം കുറവാണിന്ന് നമ്മുടെ സമൂഹത്തിൽ. ദീൻ എന്താന്ന് തന്നെ അറിയില്ല. ഉമ്മാനെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കേണ്ടത്. ആ ഉമ്മമാരാണെങ്കിൽ ഒരിക്കലും മാതൃകയാക്കാൻ ഉള്ള നിലവാരമില്ലാത്ത തരത്തിലേക്ക് പോയിരിക്കുന്നു. അവരാണ് സിനിമയും സീരിയലുകളും മക്കൾക്ക് വെച്ചു കൊടുക്കുന്നത്. മക്കൾ പർദ്ദയിടാൻ തീരുമാനിച്ചാലും വേണ്ട, നിനക്കെന്താ ഇപ്പൊ പർദ്ദയിടേണ്ട പ്രായമായോ എന്ന് ചോദിച്ചവരെ നിരുത്സാഹപ്പെടുത്തുന്ന, ഇസ്ലാമിന് നിരക്കാത്ത വേഷം അവരെ ധരിപ്പിക്കുന്ന ഉമ്മമാർ, നാണമില്ലാത്ത പെണ്ണുങ്ങൾ, ആരുടെ ഏത് അന്യ ആണുങ്ങളോടും പോയി എന്തും കൊഞ്ചിക്കൊഴഞ്ഞ് പൊട്ടിച്ചിരിച്ച് അങ്ങനെ സംസാരിക്കുന്ന നാണമില്ലാത്ത വൃത്തികെട്ട പെണ്ണുങ്ങൾ. മുസ്ലിം സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഭൂരിപക്ഷത്തിന്റെ കാര്യമാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത്. ആർക്കും എന്നോട് വിയോജിപ്പുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഭൂരിപക്ഷത്തിന്റെ കഥ ഇങ്ങനെയാണ്. മനസ്സിലായല്ലോ? പലയിടത്തും പല സ്ഥലത്ത് വരുമ്പോൾ അവർക്ക് പല നിറമാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല ഇസ്ലാമിക വേഷം ധരിച്ചു വരും. അതേ പെണ്ണുങ്ങളെ ഒരു കല്യാണത്തിന് കണ്ടാൽ പുരുഷന്മാർ കൂടുന്ന സ്ഥലങ്ങളിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അന്യ പുരുഷന്മാരെവിടെയുണ്ടോ അവിടെ ഇസ്ലാമിക വേഷം ധരിക്കണം. അന്യ പുരുഷന്മാർ വീട്ടിന്റെ അകത്തേക്ക് വന്നാലോ അവിടെ പാലിക്കണം. ഇതെന്റെ വീടല്ലേ എന്ന് വിചാരിച്ച് അവിടെ എന്തും ധരിക്കാമെന്നാണോ? അല്ല. അന്യരായ ആളുകൾ, മഹറമല്ലാത്ത ആളുകൾ, കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ അല്ലാത്തവരാവട്ടെ, അവർ വരുമ്പോ എന്തൊക്കെ മറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടോ അത് മറക്കണം സഹോദരിമാരെ. ഖബറിൽ കിടക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ശരീരം ഇന്ന് മാദകത്വം തുളുമ്പുന്ന നിങ്ങളുടെ ശരീരം പുഴുക്കൾക്കും പാമ്പുകൾക്കും ചിതലുകൾക്കും അരിച്ചു തിന്നാൻ വേണ്ടി വെച്ചുകൊടുക്കേണ്ടതാണ് നമ്മുടെ ശരീരമെന്ന് സഹോദരങ്ങളെ ചിന്തിക്കണം. നിങ്ങൾ ഇന്ന് പുറത്ത് കാണിച്ച് നടക്കുന്ന നിങ്ങളുടെ ശരീരഭാഗങ്ങൾ മണ്ണിൽ കിടന്നഴുകാനുള്ളതാണ്, കണ്ണുകൾ അഴുകിപ്പോകാനുള്ളതാണ്, കവിളുകൾ അഴുകിപ്പോകാനുള്ളതാണെന്ന് ചിന്തിക്കണം സഹോദരിമാരെ. വീട്ടിന്റെ അകത്തേക്ക് അന്യപുരുഷന്മാർ വരുമ്പോൾ ഇസ്ലാമിക വേഷം പാലിക്കണം. പുറത്തേക്കിറങ്ങി ചിലപ്പോ മീൻ വിൽക്കാൻ വരുന്നവനും അതുപോലെ ആരൊക്കെയാണോ സ്ത്രീകളുമായി ഇടപാടുള്ളത് ആ തരത്തിലുള്ള കച്ചവടക്കാരും അവരൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിൽ പൊതുവെ പെണ്ണുങ്ങൾക്ക് ഒരു ഇസ്ലാമും ഉണ്ടാവില്ല. വീട്ടിന്റെ അകത്ത് ഇടുന്ന ആ നാക്കീസ് അങ്ങനെ തന്നെ ഔറത്ത് മറക്കാത്ത തരത്തിൽ പുരുഷന്മാരുടെ മുന്നിലേക്ക് ചെല്ലുന്ന, പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുന്ന നാണമില്ലാത്ത പെണ്ണുങ്ങൾ. എന്തിനാണ് സഹോദരങ്ങളെ? എന്താണ് നമ്മൾക്ക് ദീൻ പഠിച്ചിട്ട് കാര്യം? എന്താണ് നമ്മൾ ഖുതുബ കേട്ടിട്ട് കാര്യം? മലയാളത്തിൽ എന്തിനാ സഹോദരിമാരെ നമ്മൾ ഖുതുബയാക്കിയത്? ജനങ്ങൾക്ക് മനസ്സിലാവാൻ, ജനങ്ങൾക്ക് ദീൻ പഠിക്കാനാണ് നമ്മൾ മലയാളത്തിൽ ഖുതുബ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് മലയാളത്തിൽ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഖുതുബ പറഞ്ഞതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഖുതുബ പറയുന്നു. എന്തിന്? ജനങ്ങൾ നന്നാവാൻ. ഖുതുബയുടെ ഉദ്ദേശം വഅളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് കേൾക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ, ദീൻ ഒരുപാട് കേട്ട സ്ത്രീകൾ, പക്ഷേ ജീവിതത്തിലൊന്നുമില്ല. ഇൽമെന്താണ്, ദീൻ എന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല. കുറെ ആളുകൾക്ക് അറിഞ്ഞുകൊണ്ട് ധിക്കരിക്കുന്നു, വേറെ പല സ്ത്രീകളും അറിയാതെ. അതിപ്പോ അങ്ങനല്ലേ? അവർക്ക് ദുനിയാവാണ് പല കാര്യത്തിലും വലുത്. പുരുഷന്മാർ അള്ളാന്റെ ദീൻ പറയുമ്പോ അത് ദുനിയാവിനു വേണ്ടി ദുനിയാവിന്റെ പല താല്പര്യങ്ങളും പറഞ്ഞ് മാറ്റിമറിക്കുന്ന സ്ത്രീകൾ. സഹോദരിമാരെ, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അതാ ഇമാം സുഹരി പറഞ്ഞു തരുന്നു, ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെ ഇൽമും ആയിഷാന്റെ ഇൽമും കൂട്ടിവെച്ചാൽ അതാ അവരുടെ ഇൽമിനാണ് ശ്രേഷ്ഠതയുള്ളത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു, ഹിയ സൗജതുഹു ഫി ദുനിയ വൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുനിയാവിലെ ഇണയാണ്, ദുനിയാവിലെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ പരലോകത്തെയും ഇണയാണ് ആയിഷ. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ എവിടെയാണോ അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ.
സഹോദരങ്ങളെ ചിന്തിക്കണം. അവരെ കാണേണ്ട സ്ത്രീകളെ നമുക്ക്. സഹോദരിമാരെ, അവരോടൊന്നിച്ച് സ്വർഗത്തിലാവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ വലിച്ചെറിയുന്നു? റബ്ബിന്റെ ദീൻ പഠിക്കാൻ എന്തേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത്? പല സ്ത്രീകൾക്കും ദീൻ എന്താണെന്ന് അറിയില്ല. അവർക്കാകെ അവരുടെ പാചകം എന്താണോ തിന്നാനുണ്ടാക്കേണ്ടത്, ആളുകളെ എന്താണോ ആ തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ, ദുനിയാവിന്റെ കാര്യങ്ങളല്ലാതെ ദീനൊട്ടും അറിയാത്ത സ്ത്രീകൾ. എങ്ങനെ വേഷം ധരിക്കണം, ആരൊക്കെയാണ് മഹറമെന്നുകൂടി അറിയാത്ത പെണ്ണുങ്ങൾ എത്ര വലിയ ഗൗരവമാണ്. കുടുംബത്തിലുള്ള ആളുകൾ ആരൊക്കെയാണ് വിവാഹബന്ധം നിഷിദ്ധമായ മഹറം, അതിനാണ് മഹറം എന്ന് പറയാം. ഉമ്മ, ഉപ്പ, സഹോദരൻ, അതുപോലെ ആൺമക്കൾ, ഇവരൊക്കെ മഹറമാണ് ഒരു പെണ്ണിന്. അതുപോലെയുള്ള ബന്ധം ആരൊക്കെ തമ്മിലുണ്ട്, ആരൊക്കെ തമ്മിലില്ല, അതറിയാത്ത പെണ്ണുങ്ങൾ. അപ്പൊ നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും അതെന്താണെന്നറിയില്ല. മഹറമല്ലാത്ത ആളുകൾ ആരാന്നറിയില്ല. എന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകൾ എനിക്ക് മഹറമല്ല, വിവാഹബന്ധം ഹലാലാണ്. എത്ര ആളുകൾക്കറിയാം? ഉപ്പാന്റെ സഹോദരന്റെ മകൾ, മൂത്താപ്പ, എളാപ്പ, അവരുടെ മക്കൾ, പെൺമക്കൾ എനിക്ക് മഹറമല്ല, അവർ എനിക്ക് അനുവദനീയമാണ്, വിവാഹം ചെയ്യാൻ അനുവദനീയമാണ്. അവരുടെ മുന്നിൽ എന്തു വേണം? പുറത്തുള്ള സ്ത്രീകളോട് ആ സ്ത്രീകൾ എന്നോട് എങ്ങനെ പാലിക്കണം? പുറത്തുള്ള പുരുഷന്മാരോട്, അന്യപുരുഷന്മാരുടെ മുന്നിൽ എന്തൊക്കെ ഇസ്ലാം പാലിക്കണമെന്ന് പറഞ്ഞോ അതൊക്കെയും എന്റെ മുന്നിൽ പാലിക്കണം. എത്ര പെണ്ണുങ്ങൾക്കറിയാം? അറിയില്ല. മനസ്സിലല്ല. ഉറങ്ങാൻ കിടക്കും എന്തൊക്കെ ദിക്ർ ചൊല്ലണം സ്ത്രീകൾക്കറിയോ? പല സ്ത്രീകൾക്കും അറിയില്ല. മനസ്സിലായല്ലോ? ഇതൊന്നും പഠിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരങ്ങൾ അറിയാൻ സഹാബത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെന്നിരുന്നു. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അശ്കല അലൈനാ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ഖത്തു ഫസഅൽനാ ആയിഷത ഇല്ലാ വജദ്നാ ഇൻദഹാ മിൻഹു ഇൽമാ. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അകാബിർ സഹാബ, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ അഗ്രഗണ്യരായ മഹാന്മാരായ സ്വഹാബത്ത്, അവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ സംശയമുണ്ടായാൽ എന്ത് ചെയ്യും? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെന്ന് മറക്ക് പിന്നിലായിക്കൊണ്ട് അവരോട് സംശയം ചോദിക്കും. അവർക്ക് എന്ത് വിഷയത്തിലും എന്ത് മസലയിലും അവർ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരുമായിരുന്നു എന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു നമ്മോട് പറയുകയാണ്. സംശയം ചോദിക്കാൻ ആരടുത്താണ് ചെല്ലുന്നത്? ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് ചെല്ലുന്നതെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയായ ആയിഷ, റസൂലുള്ളാഹിന്റെ കിടപ്പറ കാര്യങ്ങൾ അറിയാവുന്ന ആയിഷ, ആ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രഹസ്യ നിമിഷങ്ങളിൽ, അവിടുത്തെ കുടുംബ രംഗങ്ങളിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നറിയാവുന്ന ആയിഷ, അതിനുവേണ്ടിയൊക്കെ കൂടിയാണ് അള്ളാഹു ആയിഷയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നിശ്ചയിച്ചത്. അങ്ങനെ ഒരു ഹിക്മത്ത് കൂടി അതിലുണ്ട്. ഒരുപാട് കാലം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ജീവിച്ചു. 50ഓളം വർഷം, ഏകദേശം 50നോടടുപ്പിച്ച വർഷം അവർ ജീവിച്ചു. അവരോട് ഒരുപാട് കാലം സഹാബത്തിങ്ങനെ ഇൽമു വന്ന് ചോദിച്ചു, അവർ പറഞ്ഞുകൊടുത്തു. നല്ല സ്ഫുടം ചെയ്ത വ്യക്തമായ ഭാഷയിൽ അവർ പറഞ്ഞുകൊടുത്തു എന്നാണ്. മൂസ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ അഫ്സഹ മിൻ ആയിഷ, ആയിഷയെക്കാളും നന്നായി സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്ന സ്ത്രീകളെ എനിക്കറിയില്ല. കൊഞ്ചിക്കൊഞ്ഞിങ്ങനെ ആണുങ്ങളോട് വർത്തമാനം പറയുന്ന അല്ലല്ലോ. വലാ തഖ്ബഅന ബിൽ ഖൗലി, അല്ലാഹു പ്രത്യേകം സ്ത്രീകളോട് പറഞ്ഞതാണ്. വലാ തഖ്ബഅന ബിൽ ഖൗൽ, പെണ്ണുങ്ങളെ നിങ്ങൾ കൊഞ്ചിക്കൊഴഞ്ഞ വർത്തമാനം പറയാൻ പാടില്ല, തേൻപുരക്കി സംസാരിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ ഫഖുൽന ഖൗലൻ മഅറൂഫാ, അപ്പോൾ നിങ്ങൾ അങ്ങനെ സംസാരിച്ചാൽ എന്താവും? കൽബിൽ രോഗം ബാധിച്ച ചില പുരുഷന്മാരുണ്ടാകും, അവർക്ക് നിങ്ങളോട് ദുഷിച്ച കൊതികൾ തോന്നിപ്പോകും, വേണ്ടാത്ത ആഗ്രഹങ്ങൾ നിങ്ങളോട് തോന്നിപ്പോകും അങ്ങനെ സംസാരിച്ചാൽ. അതുകൊണ്ട് ഫഖുൽന ഖൗലൻ മഅറൂഫാ, മാന്യമായ വർത്തമാനം പറയണം, മാന്യമായി സംസാരിക്കുക. മനസ്സിലല്ലോ? നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ പത്രങ്ങളിൽ, ഒരുപാട് സ്ത്രീകൾ, ഭർത്തൃമതികളായ 1ഉം 2ഉം 3ഉം മക്കളുള്ള പെണ്ണുങ്ങൾ, മുസ്ലിം സ്ത്രീകൾ ഒളിച്ചോടിപ്പോവാണ് ആണുങ്ങളുടെ കൂടെ, മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടിപ്പോകുന്നു. സഹോദരങ്ങളെ, എന്തുപറ്റി നമ്മുടെ കുടുംബങ്ങൾക്ക്? പത്രത്തിൽ ഈ തരത്തിലുള്ള എല്ലാ വാർത്ത അല്ലാതെ നമ്മൾ എന്തെങ്കിലും വായിക്കുന്നുണ്ടോ? ചില മഞ്ഞ വൈകുന്നേര പത്രങ്ങൾ ഇറക്കുന്നതെന്ന് തന്നെ ഈ തരത്തിലുള്ള ന്യൂസ് മാത്രം കൊടുക്കാൻ വേണ്ടി അതിങ്ങനെ വലുതാക്കി, മുസ്ലിങ്ങളാണെങ്കിൽ ഒന്ന് നന്നായി തറവാടും പേരൊക്കെ വലുതാക്കി കൊടുത്ത് അങ്ങനെ ഇറക്കുന്ന ഒരുപാട് പത്രങ്ങൾ. മനസ്സിലായി? എന്തിനാണത്? നമ്മൾ അപമാനിക്കാൻ. ആരാണ് അവസരം ഉണ്ടാക്കി കൊടുത്തത്? നമ്മൾ തന്നെ. എന്താണ് കാര്യം? പെണ്ണുങ്ങൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും. ആരാണ് ഇവൾ വിളിക്കുന്നത്? ആരൊക്കെയാണ് അവളെ വിളിക്കുന്നത്? ഒന്നും ഈ പെണ്ണുങ്ങളെ ഭരിക്കേണ്ടവരാണെന്ന് അല്ലാഹു വിധിച്ചിട്ടുള്ള ആണുങ്ങൾ നോക്കുന്നില്ല. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്, അധികാരമുള്ളവരാണ്.
വകുല്ലുകും മസ്ഊലുൻ അൻ റഇയ്യതിഹി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രജകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഞാൻ എന്റെ കുടുംബത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. എന്നോട് അല്ലാഹു ചോദിക്കും, എന്റെ ഭാര്യ എങ്ങനെ നടന്നു, എന്റെ പെൺമക്കൾ എങ്ങനെ നടന്നു, എന്റെ സഹോദരിമാരെങ്ങനെ നടന്നു എന്ന്. അവരെന്റെ ചെലവിന് കീഴിലാണെങ്കിൽ റബ്ബെന്നോട് ചോദിക്കും, നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കും. ചിന്തിക്കണ സഹോദരങ്ങളെ, ഞാനെന്നറിയില്ല, ഓളങ്ങനെ പോവും, ഓളങ്ങനെ ചെയ്യും എന്ന് റബ്ബിനോട് പറയാൻ കഴിയൂല. നിന്റെ ബാധ്യതയാണ് നിന്റെ പെണ്ണെന്ത് ചെയ്യുന്നു എന്ന് നോക്കൽ, അവളെങ്ങനെ പുറത്തിറങ്ങുന്നു എന്ന് നോക്കൽ, ആരുമായിട്ട് അവൾ ബന്ധപ്പെടുന്നു എന്ന് നോക്കൽ. ഇങ്ങനെ വസ്വാസായി സംശയിച്ചെടുക്കണമെന്നല്ല സഹോദരങ്ങളെ ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം, മനസ്സിലായല്ലോ. അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. അവർ നിസ്കരിക്കുന്നുണ്ടോ, 5 നേരം ശ്രദ്ധിക്കണം. എന്ത് വേഷത്തിലാണ് പുറത്തിറങ്ങുന്നത് ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളെ ഭർത്താവിനനുസരിക്കണം, നന്ദികേട് കാണിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾ സ്വർഗത്തിലേക്ക് പോകാൻ പറഞ്ഞ നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്താ? ഭർത്താവിനനുസരിക്കുക എന്നുള്ളതാണ്. പുരുഷന്മാർക്കുള്ള പല ബാധ്യതകളും സ്ത്രീകൾക്കില്ല. സമൂഹത്തോട് പുരുഷന്മാർക്കുള്ള പല ബാധ്യതകളെയും അള്ളാഹു സ്ത്രീകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, മനസ്സിലായല്ലോ. ആ തരത്തിൽ എന്നാൽ അവർക്കുള്ള വലിയ ഉത്തരവാദിത്തമാണ് പുരുഷന്മാരോടും അവരുടെ മക്കളോടുമുള്ള ഉത്തരവാദിത്തം. ഭർത്താവിനനുസരിക്കുക, അള്ളാഹുവിനെതിരിൽ ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. മക്കളെ തർബിയത്ത് ചെയ്തെടുക്കുക, ഇസ്ലാമിക ചിട്ടയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുക. ഈ വലിയ ഭാരിച്ച ഒരു സമൂഹത്തെ മുഴുവൻ, ഭാവി തലമുറയെ മുഴുവൻ വാർത്തെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തം അള്ളാഹു സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നു. വലിയ ഉത്തരവാദിത്തമാണത്, മനസ്സിലാലോ. ഭാവി തലമുറ മക്കൾ സ്ത്രീകളുടെ കയ്യിലാണ്. ഒരു പെണ്ണ് നന്നായാൽ ഒരു വീട് നന്നാവും. ഒരു നാട്ടിലെ പെണ്ണുങ്ങൾ നന്നായാൽ ആ നാട്ടിലെ ഭാവി തലമുറ സമൂഹം നന്നാവുമെന്ന് വിവരമുള്ള ആളുകൾ പറയുന്നത് വെറുതെയല്ല, മനസ്സിലാക്കണം. അതൊക്കെ സഹോദരിമാരെ, ഈ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മഹത്തായ പാഠങ്ങളാണ്. റസൂലുള്ളാഹിന്റെ കൂടെ അവിടെ ജീവിച്ചിട്ടുള്ള നല്ല ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പാഠങ്ങളാണ്. അവരെ സ്നേഹിക്കൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നമ്മുടെ ബാധ്യതയാണ് സഹോദരന്മാരെ. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون.